മതമാണ് പ്രശ്നം. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണിത് പറയുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ജിന്നയുടെ പ്രേതമാണ്. ആ പ്രേതത്തിന്റെ ശബ്ദമാണ് കേരളത്തിൽ മുഴങ്ങുന്നത്. ജാതിയുടെയും മതത്തിന്റെയും വിഭാഗീയതയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കപ്പെടുന്നു ഈ കേരളം. ചിലർ പറയുന്നു മതമാണ്. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കട്ടെ, 1940കളിൽ ഈ ഒരു വിഷയം വന്നു. ഇന്ത്യയിലെ RSSും ഹിന്ദു മഹാസഭയും പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഹിന്ദു രാഷ്ട്രം വേണം. 1930 ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ ആരാണ്? നമ്മൾ പറയും ജർമ്മനിലെ ഹിറ്റ്ലറും ഇറ്റലിയിലെ മുസോളിനിയും. ആ മുസോളിനിയുടെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട്. അത് മൂഞ്ചെ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനാണ്. മുസോളിനിയോട് പറഞ്ഞു, ആര്യവംശത്തിന്റെ പ്രതീകമായ ഈ രാജ്യത്തിലെ ഏകാധിപത്യത്തിന്റെ അതേ പകർപ്പ് കേരളത്തിൽ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പഠിച്ച് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിൽ വന്ന് ഇന്ത്യ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ നടത്തിയ ശ്രമം, അതിനെ പരാജയപ്പെടുത്തത് ഗാന്ധിജിയാണ്. ഈ രാജ്യത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങളാണ്. അന്ന് ഇന്ത്യൻ യൂണിയൻ, അന്നത്തെ മുസ്ലിം ലീഗിന്റെ ജിന്ന പറഞ്ഞു, ഞങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രം വേണം. ഇന്ത്യ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ആ വെട്ടിമുറിക്കപ്പെടുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. അങ്ങനെ ഇന്ത്യ രണ്ടായി വിഭജിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ വർഗീയ വികാരങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് പകരം മതമാണ് പ്രശ്നം. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത് മതമല്ല പ്രശ്നം, മാനവികതയും മനുഷ്യ ഐക്യവുമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ കൂടെയുള്ള, ഗാന്ധിജിയുടെ പേര് പറയുന്ന കോൺഗ്രസിന്റെ കൂടെയുള്ള മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണിത് പറയുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ജിന്നയുടെ പ്രേതമാണ്. ആ പ്രേതത്തിന്റെ ശബ്ദമാണ് കേരളത്തിൽ മുഴങ്ങുന്നത്. ഈ കേരളം അതിന് വഴങ്ങിക്കൊടുക്കുകയില്ല.